ശാന്തി. തീർത്ഥാടനങ്ങൾ നമുക്ക് ശാന്തിയും സമാധാനവും നിറച്ചു തരുന്നു. ഒപ്പം തന്നെ അന്ധകരണം ശുദ്ധമായി ഒരു നവോന്മേഷവും നാം കൈവരിക്കുന്നു. എന്നാൽ തീർത്ഥാടനങ്ങൾക്കു ശേഷം നമ്മൾ നിത്യജീവിതത്തിലേക്ക് തിരിച്ചെത്തുമ്പോൾ ഈ കൈവരിച്ച ഐശ്വര്യവും ശാന്തിയും ക്രമേണ നഷ്ടപ്പെടുകയും മനസ്സ് വീണ്ടും അസ്വസ്ഥതയിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യുന്നു. ഇവിടെ വ്യത്യസ്തമായ ഒരു തീർത്ഥാടനത്തിലേക്ക് ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. പാലക്കാട്ടിലെ വടക്കന്തറയിലുള്ള അശ്വതി കല്യാണ മണ്ഡപം ഭക്തിയുടെ പുത്തൻ പരിവേഷത്താൽ ഒരു പുണ്യ സംഗീതമായിരിക്കുകയാണ്. शिवाय नमः। ॐ महेश्वराय नमः। ॐ शम्भवे नमः। ॐ पिनाकिने नमः। ॐ शशिशेखराय नमः। ॐ वामदेवाय नमः। പ്രപഞ്ചനാഥനായ ശിവപരമാത്മാവിന്റെ 12 ഭാവങ്ങളടങ്ങിയ ശിവജ്യോതിർലിംഗത്തിന്റെ ദർശനമേള ഇന്ന് 2ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. നിറഞ്ഞ മനസ്സോടും ഉണർന്ന ബുദ്ധിയോടും കൂടി ആത്മാർത്ഥതയോടെ അനുഷ്ഠിക്കുമ്പോഴാണ് ഈശ്വരാരാധന പൂർണ്ണത കൈവരിക്കുന്നത്. ഈ പൂർണ്ണതയിലേക്ക് ഓരോ മനുഷ്യാത്മാവിനെയും കൈപിടിച്ചുയർത്തുകയാണ് ബ്രഹ്മകുമാരീസ് അണിയിച്ചൊരുക്കുന്ന ഈ ആത്മീയ മഹോത്സവത്തിന്റെ ലക്ഷ്യം. അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഈ മഹോത്സവത്തിൽ നിങ്ങൾ എത്തിച്ചേരുമ്പോൾ ആദ്യം പ്രവേശിക്കുന്നത് ജ്യോതിർലിംഗങ്ങൾ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ദിവ്യ അന്തരീക്ഷത്തിലേക്കാണ്. മന്ത്രധ്വനികൾ മുഴങ്ങുന്ന സുഗന്ധപൂരിതമായ അന്തരീക്ഷത്തിൽ ഭഗവത് രൂപങ്ങൾ ദർശിക്കുന്നതോടെ നിങ്ങളുടെ മനസ്സ് ശാന്തമാവുകയും ബുദ്ധി ഉണരുകയും സർവ്വചിന്തകളിൽ നിന്നും മുക്തമാവുകയും ചെയ്യുന്നു. അതിനുശേഷം ഈ അവസ്ഥയെ ജീവിതത്തിൽ സ്ഥിരപ്പെടുത്തുവാൻ നിങ്ങളെ സഹായിക്കുന്ന ജ്ഞാനശ്രവണമാണ് ഈ ചിത്ര പ്രദർശനിയിൽ ഒരുക്കിയിരിക്കുന്നത്. ആത്മജ്ഞാനം, പരമാത്മാജ്ഞാനം, സൃഷ്ടി രഹസ്യങ്ങൾ, മനസ്സ് ഏകാഗ്രമാക്കാനുള്ള യുക്തികൾ എന്നിവ മനസ്സിലാക്കിയതിനു ശേഷം അതെല്ലാം അനുഭവഭേദ്യമാക്കുന്നതിനായി ഈ മെഡിറ്റേഷൻ ഹാളിൽ ശാന്തമായിരുന്ന് പരിശീലിക്കാം. ഇവിടെ നിങ്ങളെ സഹായിക്കാൻ ഗൈഡഡ് മെഡിറ്റേഷൻ കമന്ററി ഉണ്ടായിരിക്കും. ഓം ശാന്തി. ജ്യോതിർലിംഗ ദർശനം നടത്തിയെത്തിയിരിക്കുന്ന എൻ്റെ മനസ്സ് ഇപ്പോൾ വളരെ വളരെ സന്തോഷം നിറഞ്ഞിരിക്കുന്നു. കണ്ണുകൾ കൊണ്ട് കണ്ടു മനസ്സിലാക്കാൻ കഴിയാത്ത ആത്മീയ സത്യങ്ങളെ ചിത്രീകരിക്കുകയാണ് ഈ വീഡിയോ വിഷ്വൽ തിയേറ്റർ. ഇത് വളരെയേറെ വിജ്ഞാനപ്രദവും നമ്മുടെ ചിന്താശക്തിയെ ഉണർത്തുന്നതുമാണ്. ഒരിക്കൽ ഒരു സമയത്ത് വിക്രമാദിത്യ മഹാരാജാവ് ഏകാന്തമായിട്ടിരിക്കുകയായിരുന്നു. ഏതുപോലെയാണോ പൗർണമി ദിനത്തിലെ പൂർണ്ണചന്ദ്രന്റെ ശോഭയുണ്ടാകുന്നത്, തൂവെള്ള വെളിച്ചം പോലെ വളരെയധികം അതിമനോഹരമായിരിക്കുന്ന പരം ജ്യോതിസായിരിക്കുന്ന ശിവപരമാത്മാവിന്റെ ദിവ്യമായ സാക്ഷാത്കാരം അദ്ദേഹത്തിന് ലഭിച്ചു അത്രേ. ഇനി ഇവിടെ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളുടെ ഗഹനമായ വിഷയങ്ങൾ പഠിപ്പിക്കാൻ
ബ്രഹ്മകുമാരീസ് ഒരുക്കിയിരിക്കുന്ന സൗജന്യ രാജയോഗ പരിശീലന ക്ലാസിന്റെ രജിസ്ട്രേഷൻ കൗണ്ടർ സദാ പ്രവർത്തിക്കുന്നു. മറ്റൊരിടത്ത് ആത്മീയ പ്രസിദ്ധീകരണങ്ങളുടെ വിപുലമായ ശേഖരണം നിങ്ങൾക്കു വേണ്ടി തുറന്നുവച്ചിരിക്കുകയാണ്. ഈ മഹോത്സവത്തെ എന്നെന്നും ഓർമ്മയിൽ സൂക്ഷിക്കാൻ ശുഭചിന്തനങ്ങൾ എഴുതിയ ബ്ലെസ്സിംഗ് കാർഡും പ്രസാദവും ലഭിക്കും. ഇവിടെയാണ് മുൻവശത്ത് നിങ്ങൾ അഴിച്ചേൽപ്പിച്ച പാദരക്ഷകൾ തിരിച്ചു വാങ്ങേണ്ട സ്ഥലം. പൈസ വേണ്ട, ടോക്കൺ കാണിച്ചു കൊടുത്താൽ മതി. നിങ്ങളുടെ പാദരക്ഷകൾ തിരികെ കിട്ടും. ഇപ്പോൾ നമ്മുടെ സ്റ്റേജിലെ പരിപാടികൾ ആരംഭിക്കാറായി. ദിവസവും 5 മണിക്ക് ശേഷം വേദിയിൽ പ്രഭാഷണവും കലാപരിപാടികളും നടക്കുന്നുണ്ട്. ഇടയ്ക്കിടെ നാം ഏവരെയും കോരിത്തെരിപ്പിച്ചുകൊണ്ട് ചൈതന്യ ദേവീ ദർശനത്തിന്റെ തിരശീല ഉയരും. സംഗീതത്തിൽ നിന്നും ഉയർന്നു പൊങ്ങുന്ന ശാന്തി തരംഗങ്ങൾ ഈ മുഴുവൻ ലോകത്തിനും
ഐശ്വര്യം വീണ്ടെടുക്കുന്നതിനു വേണ്ടി പ്രചോദിതമാകും എന്ന ഉറച്ച വിശ്വാസമാണ് ബ്രഹ്മകുമാരീസിലെ ഓരോ അംഗങ്ങൾക്കുമുള്ളത്. ഇനി ഒരു ദിവസത്തെ പരിപാടി കഴിഞ്ഞു. ഇനി 4 ദിവസത്തേക്ക് പരിപാടിയുണ്ട്. രാവിലെ വന്നിട്ട് ജ്യോതിർലിംഗ ദർശനം രാവിലെ മുതൽ വൈകുന്നേരം വരെയുണ്ട്. പിന്നെ വൈകുന്നേരം അഷ്ടലക്ഷ്മി ദർശനം ഉണ്ടാവും. ഇതുപോലൊരു ചാൻസ് നിങ്ങൾക്ക് ഈ ഭക്തജനങ്ങൾ കിട്ടില്ല. നിങ്ങൾക്കൊക്കെ സേവനം ചെയ്യാൻ എനിക്ക് കിട്ടിയ ഭാഗ്യം എനിക്ക് മഹാഭാഗ്യമായിട്ടാണ് ഞാൻ വിചാരിക്കണത്. എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമാണ്. ഈ അവസരത്തിൽ ചെറിയ അല്പജ്ഞാനമെങ്കിലും പറഞ്ഞു കൊടുക്കാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇന്ത്യയിലെ പുരാതന ശിവക്ഷേത്രങ്ങൾ ഒരു കുടക്കീഴിൽ ഒന്നിച്ച് കാണാനുള്ള ഒരു അപൂർവ ഭാഗ്യത്തിന് സാക്ഷ്യം വഹിക്കാൻ ഈ പാലക്കാട് നിവാസികളായ ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഡാൻസ് പ്രോഗ്രാമുകളും എല്ലാ സൗകര്യങ്ങളും ജനങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ കാണാനും സൗകര്യമുണ്ട്. എല്ലാ സൗകര്യങ്ങളും ഇവിടെ കാണാൻ സാധിക്കും. എത്രയോ പേർ ഈ പരിപാടിക്കായി വന്നെത്തുന്നുണ്ട്. അതിൽ വളരെ സന്തോഷം തോന്നുന്നു. മാത്രമല്ല ഇങ്ങനൊരു സേവനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് എൻ്റെ ഒരു അപൂർവ ഭാഗ്യമായി ഞാൻ കരുതുന്നു. ഈ 12 ജ്യോതിർലിംഗങ്ങളുടെ ഇത്രയും വലിയ ഈ മഹാമേളയിൽ പങ്കെടുക്കാൻ സാധിച്ചത് ഞാൻ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കണക്കാക്കുകയാണ്. ഇത്രയും വലിയൊരു അനുഭവമാണ് എനിക്കിതിലൂടെ നേടാൻ സാധിച്ചത്.